ഗൾഫിൽ ആദ്യമായി ആക്രമണങ്ങളില്ലാത്ത ഒരു ദിവസം. ഏതാണ്ട് 40 ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഡ്രോണുകളോ മിസൈലുകളോ എമർജൻസി അലേർട്ടുകളോ ഒന്നും തന്നെ ഇല്ലാതെ ഗൾഫ് മേഖലയിൽ ഇന്ന് ഇപ്പോൾ ഏകദേശം 24 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ വലിയ ഒരു ആശ്വാസമാണ്. ഇന്ന് ഏപ്രിൽ 9 വ്യാഴാഴ്ച. പക്ഷെ എന്നാൽ സുരക്ഷാ സാഹചര്യങ്ങൾ പണ്ടത്തേതുപോലെ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ഉടനടി പറയാൻ സാധിക്കില്ല. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഈ സേനകൾ, മിലിറ്ററി മുഴുവനും ഇപ്പോഴും തന്നെ അവിടെയുണ്ട്. അവരെ ഇപ്പോൾ പിൻവലിക്കുന്നില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. കാരണം കാര്യങ്ങൾ മാറി മറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ വെടിനിർത്തൽ ഏതെങ്കിലും കാരണവശാൽ അത് ഫെയിൽ ആവുകയാണെങ്കിൽ അമേരിക്കൻ ട്രൂപ്പുകൾ റെഡിയായി തന്നെ നിൽക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് കുവൈറ്റിൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ അടച്ച് കിടക്കുന്ന ഒരു എയർപോർട്ടാണിത്. വിമാന സർവീസുകൾ പുനരാരംഭിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ തെറ്റാണ് എന്ന് അവിടുത്തെ സിവിൽ ഏവിയേഷൻ അതോറിറ്റികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് UAE-യിൽ നിന്നും വന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്. അമേരിക്കൻ ഇറാൻ സീസ് ഫയറിനെ പറ്റിയാണ് UAE-യുടെ ഫോറിൻ മിനിസ്ട്രി പ്രതികരിച്ചിട്ടുള്ളത്. ഈ സീസ് ഫയറിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെയാണ് UAE-യുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇറാൻ പൂർണ്ണമായും ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണം എന്നുമാണ് UAE-യുടെ വാദം. UAE-യുടെ ഡോക്ടർ അൻവർ ഗർഗാഷ് UAE പ്രസിഡന്റിൻ്റെ ഡിപ്ലോമാറ്റിക് ഉപദേഷ്ടാവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെയുള്ള, വളരെ ക്ലാരിറ്റിയോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കും, വളരെ ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് തന്നെ എടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. UAE ഈ സംഘർഷം തുടങ്ങിയതിന് ശേഷം എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അത് പല ഉന്നത നേതാക്കളിൽ നിന്നും ഡിപ്ലോമാറ്റുകളിൽ നിന്നും വന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു സീസ് ഫയർ ഉടനടി ഒപ്പിടുക എന്നുള്ളതിനേക്കാൾ ഇറാനിൻ്റെ എല്ലാ തരത്തിലുള്ള ത്രെറ്റുകൾക്കും, ഭാവിയിൽ ഉണ്ടാകാവുന്ന എല്ലാ ത്രെറ്റുകളും, അവർ പറയുന്നത് ഇറാനിൻ്റെ മിസൈൽ കേപ്പബിലിറ്റീസ്, അതുപോലെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, ഇതിനെല്ലാം തന്നെ വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാകണം എന്നാണ് UAE ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ ഒരു ബിഗ് തിയേറ്റർ എന്ന് പറയുന്നത് ലെബനനാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഈ വെടിനിർത്തൽ, ഈ സീസ് ഫയർ തന്നെ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ നമുക്ക് ലെബനനിൽ നിന്നാണ് ലഭിക്കുന്നത്. കാരണം ഈ സീസ് ഫയർ അനൗൺസ് ചെയ്ത ബുധനാഴ്ച വെളുപ്പിന് അന്ന് തന്നെ ഏറ്റവും വലിയ തോതിലുള്ള അറ്റാക്കുകളാണ് ഇസ്രായേൽ ലെബനനിലേക്ക് നടത്തിയിട്ടുള്ളത്. വെറും 10 മിനിറ്റിനുള്ളിൽ ഏതാണ്ട് 120 എയർ സ്ട്രൈക്കുകളാണ് ഇസ്രയേൽ അവിടെ നടത്തിയത്. 254 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 1000-ഓളം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ലെബനനിൽ ഇന്നൊരു ദുഃഖാചരണം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം അത്രയും വലിയൊരു ആക്രമണമായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത്. ലെബനനിൽ നിന്ന് വരുന്ന വീഡിയോകളും ഇമേജസൊക്കെ ഇറ്റ് ഈസ് ഹോറിഫൈയിങ്. അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഹെസ്ബുള്ള നേതാവ് നയിം ഖസെമിൻ്റെ ഏറ്റവും അടുത്ത ഉപദേഷ്ടാവായിട്ടുള്ള അലി യൂസഫ് ഹർഷി ഇന്ന് കൊല്ലപ്പെട്ടു, അവരുടെ ഈ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. UAE അടക്കം പല ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ഈ ആക്രമണങ്ങളെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അപലപിച്ചിട്ടുണ്ട്. ഈ സീസ് ഫയറിന് ഇതെന്തുകൊണ്ടാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അമേരിക്കയും ഇറാനും തമ്മിൽ ഈ ലെബനൻ ചോദ്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ്. ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോലും അമേരിക്ക പറയുന്നത് ലെബനാൻ ഒരിക്കലും ഈ സീസ് ഫയർ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിരുന്നില്ല എന്നാണ്. പക്ഷേ ഇറാനും അതുപോലെ തന്നെ ഇത് മീഡിയേഷൻ ചെയ്ത പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഷെഹ്ബാസ് ഷെരീഫും പറയുന്നത് ലെബനൻ വാസ് വെരി മച്ച് പാർട്ട് ഓഫ് ദി എഗ്രിമെൻ്റ് എന്നാണ്. പക്ഷേ നെതന്യാഹു അങ്ങനെയല്ല പറയുന്നത്. ഈ ലെബനനിലുള്ള ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെയാണ്. ഇറാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ ഇത് ഓൾറെഡി ഒരു സീസ് ഫയർ ബ്രേക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. സീസ് ഫയർ ബ്രേക്ക് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇതിനി നിലനിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം, അല്ലെങ്കിൽ നിലനിൽക്കില്ല, താങ്കളും തിരിച്ച് പ്രതികരിക്കുമെന്ന് ഇറാനും പറയുന്നു. അപ്പോൾ ഈ സീസ് ഫയർ 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് തന്നെ ഇറ്റ് ഈസ് ലുക്കിംഗ് ഫ്രജൈൽ. ഇത് 2 ആഴ്ചത്തോളം നീണ്ടു നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതിൻ്റെ പ്രധാന ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഇസ്രായേലും ലെബനനിൽ ഹെസ്ബുള്ളയും തമ്മിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷമാണ്.
അതുപോലെ തന്നെ ഇറാൻ കടലിടുക്കിൻ്റെ കാര്യത്തിലും സംശയമുണ്ട്. കാരണം ഹോർമൂസ് കടലിടുക്ക് തുറക്കും എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഈ സീസ് ഫയർ എഗ്രിമെൻറ്റ് വന്നിട്ടുള്ളത്. ഇറാൻ അങ്ങനെയാണ് എഗ്രി ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്നും നാം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഈ ഷിപ്പുകളുടെ പാസേജ് നോക്കുകയാണെങ്കിൽ ഇന്നും ഫ്രീ ആയിട്ടുള്ള ഇതൊരു പാസേജ് ഷിപ്പുകൾ പോയി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും അത് ഇറാനിൻ്റെ പൂർണ്ണമായ കൺട്രോളിലാണ്. ദർ ഇസ് നോ ഫ്രീ പാസേജ്. മറ്റൊരു ഡെവലപ്മെൻറ്റ് IRGC പറയുന്നത് ഈ കടലിടുക്കിലൂടെ പാസ് ചെയ്യുന്ന എല്ലാ വെസലുകളും IRGCയുമായി കോർഡിനേറ്റ് ചെയ്യണം. കാരണം ഈ കടലിടുക്കിൻ്റെ കപ്പലുകൾ പോകുന്ന ഈ കടൽപാതകൾ പല സ്ഥലത്തും അവർ മൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ റൂട്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഉണ്ടാക്കി അതുവഴിയാണ് IRGC ഇപ്പോൾ കപ്പലുകളെ അവർ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അമേരിക്ക പലവട്ടം ആരോപിച്ചതാണ് ഇറാൻ ഈസ് മൈനിങ് ദ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഇപ്പോൾ അത് ഏതാണ്ട് സമ്മതിക്കുന്ന രീതിയിലാണ് IRGCയുടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ്. അവിടെ മൈനുകൾ ഉണ്ട് എന്നും അതിനാൽ അത് ഷിപ്പുകൾ അവരുമായി കോർഡിനേറ്റ് ചെയ്തിട്ട് വേണം റൂട്ടുകൾ തീരുമാനിക്കാൻ എന്നുമാണ് IRGC പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല വാർത്ത അല്ലെങ്കിൽ ഒരു ചെറിയ ആശ്വാസമേകുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IWMF പറഞ്ഞിരിക്കുന്നത് ഈ യുദ്ധം ബാധിച്ച രാജ്യങ്ങൾക്ക് 20 മുതൽ 50 ബില്യൺ ഡോളർ വരെ അടിയന്തര സാമ്പത്തിക സഹായം നൽകുമെന്ന് IWMF അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഭക്ഷ്യവിതരണ ശൃംഖലയിൽ ഈ ഫുഡ് ചെയിനിലാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഏതാണ്ട് 45 മില്യൺ ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങൾ, ഫുഡ് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് IWMF മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു ബിഗ് പിക്ചർ ഇന്നത്തെ നോക്കിയാൽ ഞാൻ ഓൾറെഡി ലെബനനെ കുറിച്ച് മെൻഷൻ ചെയ്തതാണ്. ഈ സീസ് ഫയർ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് ലെബനനിലുള്ള ഇപ്പോൾ നടക്കുന്ന സംഘർഷം അതിന് വലിയൊരു പങ്കുണ്ട്. കൂടാതെ ശനിയാഴ്ച ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയാണ്. ഇന്ന് രാത്രി പുറപ്പെടും ഇവിടെ നിന്നുള്ള ഇറാനിയൻ ആൻഡ് അമേരിക്കൻ ഡെലിഗേറ്റ്സ് പുറപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയുടെ സൈഡിൽ നിന്ന് ട്രംപിൻ്റെ മരുമകൻ ജാരഡ് കുഷ്ണറും അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ എൻവോയ് വിറ്റ്കോഫും കഴിഞ്ഞ 2 അമേരിക്കൻ ഇറാൻ ചർച്ചകളിലും ഈ നെഗോഷിയേഷൻ ടീമിലുണ്ടായിരുന്നവർ ഇവർ 2 പേരുമാണ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ആ ടീമിലേക്ക് ട്രംപ് ആഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും കൂടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹമാണ് ഇത് ലീഡ് ചെയ്യുന്നത് എന്ന് പറയാം. അത് ഈ പീസ് ടോക്കിനെ കുറിച്ച് ട്രംപ് വളരെ സീരിയസ് ആയി ഇതിനെ കൺസിഡർ ചെയ്യണോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മറ്റ് 2 കൂട്ടരെയും വിശ്വസിക്കാൻ ഇറാനിന് ബുദ്ധിമുട്ടാണ്. ഇവർ ഈ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് 2 പ്രാവശ്യവും, കഴിഞ്ഞ ജൂണിലും ഇപ്രാവശ്യവും ഈ ഫെബ്രുവരി 28-നും അറ്റാക്കുകൾ തുടങ്ങിയത് ഈ നെഗോഷിയേഷൻസ് ചർച്ചകൾ നടക്കുന്ന സമയത്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ വലിയൊരു വിശ്വാസക്കുറവ് 2 കൂട്ടരും തമ്മിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവർ സംസാരിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഒരു നെഗോഷിയേഷൻ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാവും. ഈ ഫ്രെയിം വർക്കിലുള്ള പല കാര്യങ്ങളും 2 കൂട്ടരും എഗ്രി ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം പലപ്പോഴും ഒരു എഗ്രീഡ് ഫ്രെയിം വർക്കിലാണ് ഒരു നെഗോഷിയേഷൻസ് നടക്കുക. അത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഇറാനിൻ്റെ ഈ വാർ റിപ്പറേഷൻസ് ആവശ്യപ്പെടുന്നു, ഇറാനിലുള്ള സാങ്ഷൻസ്, സാമ്പത്തിക ഉപരോധം എടുത്തു കളയണമെന്നുള്ള ഇറാനിൻ്റെ ആവശ്യങ്ങൾ, അങ്ങനെ 10 പോയിന്റുകൾ, ഡിമാൻഡുകൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അമേരിക്ക എഗ്രി ചെയ്തു എന്ന കണ്ടീഷനിലാണ് അത്രേ ഇറാൻ ഈ നെഗോഷിയേഷന് ദേ ആർ ഗോയിങ് ടു സിറ്റ് അക്രോസ് ദ ടേബിൾ. പക്ഷേ അമേരിക്ക പറയുന്നത് ഈ 10 ഡിമാൻഡുകളും ഞങ്ങൾ ചവറ്റുകുട്ടയിൽ ഇട്ടതാണ്, പക്ഷേ പുതിയതായി കൊണ്ടുവന്ന റീസണബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഡിമാൻഡുകളിലാണ് ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി ഈ ഡിസഗ്രിമെൻറ്റ്സ് വെച്ചിട്ടാണ് ഇവർ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. പക്ഷേ എങ്കിലും 2 ആഴ്ചയിൽ ഒരു ഡിപ്ലോമാറ്റിക് വിൻഡോയിൽ ഇതിന് എന്തെങ്കിലും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സമാധാനത്തിന് വഴിയുണ്ടാകുമോ, അതുപോലെ തന്നെ ഈ 2 ആഴ്ചത്തോളം ഈ സീസ് ഫയർ നിലനിൽക്കുമോ, ഈ വെടിനിർത്തൽ നിലനിൽക്കുമോ എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നോക്കിക്കാണാം. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. നമുക്ക് നാളെ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.